കാപ്പിക്കുരുവിൻ്റെ മനോഹരമായ ഗ്രാമം. കർണാടകയിലെ ചിക്കമംഗളൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുദ്രഗുഡി, കർണാടകയിൽ ഇതിനെ കുഴി എന്നാണ് അർത്ഥമാക്കുന്നത്. കോഫി ലാൻഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. വനനിരകളും പുഴകളും മലകളും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു പ്രദേശം. ഈ കാണുന്ന ഗ്രാമം മുടിഗരെ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബണക്കൽ എന്നു പേരുള്ള ഇത് മൈസൂർ ഡിവിഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിക്കമംഗളൂരിലെ വെസ്റ്റ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിന് 37 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. മുടിഗരയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. മലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ഇതാണ് ബൂട്ടാണാക്കടു. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ചിക്കമംഗളൂർ. ഈ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമ്മൻഗുഡി, മുത്തോടി ഫോറസ്റ്റ്, മുല്ലയാൻഗിരി, അയ്യങ്കാര തടാകം, ബാബ ബുദൻഗിരി, കൽഹട്ടി വാട്ടർഫാൾസ്, ഹെബ്ബെ വാട്ടർഫാൾസ്, കദംബി വാട്ടർഫാൾസ്. വേറൊരു കൗതുകകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കന്നഡയിൽ ചിക്കമംഗളൂർ എന്നാൽ ഇളയ മകളുടെ സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത്. ചിക്കമംഗളൂർ ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ? 30 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ദാദാ ഹയാത്ത് ദർഗയിലേക്കുള്ള യാത്ര. KSRTC ബസ് സ്റ്റാൻഡാണ് നമ്മൾ കാണുന്നത് ചിക്കമംഗളൂരിൽ. ഭക്ഷണക്കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ നമുക്ക് ഏറ്റവും ബെറ്ററായി കഴിക്കാൻ പറ്റിയത് വെജിറ്റബിൾ ഐറ്റങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി റൈസ്, വൈറ്റ് റൈസ്, മോര്, പിന്നെ ബാക്കിയുള്ള എല്ലാ ഒരു 10 ഐറ്റങ്ങളാണ് നമുക്കുള്ളത്. എല്ലാ പപ്പടം, പിന്നെ അതുപോലത്തെ എല്ലാ ഐറ്റങ്ങളും കിട്ടി. പിന്നെ 2 വക തൈര്, പായസം, ഇതൊക്കെ കിട്ടി. നല്ല അതിവിപുലമായിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞാൽ വൈറ്റ് റൈസാണ്. ബ്രൗൺ റൈസും ഇവിടെ കിട്ടും. വൈറ്റ് റൈസ് നല്ല ടേസ്റ്റിയായ നല്ല റൈസാണ് ഇവിടെ ഉള്ളത്. അടുത്ത നമ്മുടെ യാത്ര ചരിത്രപ്രസിദ്ധമായ ബാബ ബുദൻഗിരി ദർഗയിലേക്കാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്തെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.